നമസ്കാരം കുട്ടികൾക്കും സുഭാഷ് സാറാണ്. ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വർഷം വളരെ നിർണായകമായിട്ടുള്ളൊരു വർഷം തന്നെയാണ്. അതിന് പല കാരണങ്ങൾ നിങ്ങൾ അറിയാതെ ഉണ്ട്, നിങ്ങൾക്കറിയാൻ വയ്യാത്തതുണ്ട്. നിങ്ങൾ പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെയുള്ളൊരു പോക്കായിരിക്കും മിക്കവാറും നടക്കുന്നത്. അത് നിങ്ങളെന്ന് അറിയിക്കുക, അതിനു വേണ്ടി അലർട്ടാവുക, അതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് ഈ വർഷം പ്ലസ് ടു പഠിക്കുന്നവരുടെ ഒന്നാമത്തെ പ്രത്യേകത ഇപ്പോഴത്തെ മാർക്ക്, അതുതന്നെ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് തന്നെ വളരെ നന്നേ കുറവാണ്. പല കുട്ടികൾക്കും ഒരു കുറച്ച് വിഭാഗത്തിന് മാറ്റിവെച്ചാൽ നിങ്ങളുടെ മാർക്കെല്ലാം നന്നേ കുറവാണ്. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടുമായിട്ട് എടുത്ത് ചേർത്ത് വെച്ചാൽ നാണക്കേട് തോന്നുന്ന രീതിയിൽ കൂടെയുള്ള മാർക്കുകൾ ഒത്തിരിയാണ്. ഫുൾ A+കാർക്ക് പോലും വളരെ മോശമായിട്ടുള്ള മാർക്കുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണമൊന്നും നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. ഇനിയും നമുക്ക് ചെയ്യാനുള്ളത് പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ, വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ വർഷം നമുക്ക് ഇതൊന്നും മാറ്റി നല്ല മാർക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ ഈ വർഷം നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. 2025 നിങ്ങൾ പ്ലസ് ടു എഴുതുന്നതിൻ്റെ കൂടെയാണ് നിങ്ങളുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ്. അതുതന്നെ ഏറ്റവും വലിയൊരു കുഴപ്പം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു ക്ലാസ് ആണ് നിങ്ങളുടെ ഏറ്റവും ഈ വർഷത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. പ്ലസ് ടു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതിനെത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്നതോ അത് മുഴുവൻ നിങ്ങൾ വാങ്ങിച്ചോണം. ഇനി നിങ്ങൾക്ക് ഇതിനൊരു ചാൻസ് ഇല്ല. അടുത്ത വർഷം ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് വണ്ണിൻ്റെ ഉള്ളപ്പോൾ ആ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ എപ്പോഴാണോ ഈ സമയം എന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇതെപ്പോൾ നടക്കുമെന്ന്, മുന്നിലാണോ പിന്നിലാണോ, പ്ലസ് ടുവിന് മുന്നിൽ നടക്കുമോ പ്ലസ് ടുവിന് പിന്നിലാണോ. മിക്കവാറും പ്ലസ് ടു കഴിഞ്ഞിട്ടാവാനാണ് സാധ്യത, ഇല്ലെങ്കിൽ പ്ലസ് ടുവും കൂടെ കുളവാകും. അതുകൊണ്ട് പ്ലസ് ടു എല്ലാം ഒന്ന് തീർന്നിട്ട് ഇത്തിരി ഗ്യാപ്പ് തന്നിട്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയിട്ട് അതിൻ്റെയും കൂടെ റിസൾട്ട് വന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഇനി ഇതിൻ്റെ ടൈമൊന്നും നമുക്ക് അറിയില്ല, അത് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സംഭവം വന്നേക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ റിസൾട്ട് ഒന്ന് നിങ്ങൾ ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞവരുടെ ഒന്ന് നോക്കിയാൽ ഏകദേശം 78 പോയിൻറ്റ് സംതിങ് എന്ന് പറയുമ്പോൾ 79% ഉണ്ടെന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞാൽ 80,000 പേര് ഫെയിലായി എന്നർത്ഥം. ഓക്കെ, ഫെയിലായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 80,000 പേര്, 80,000 ചെറിയ നമ്പറാണോ? അല്ല. അപ്പോൾ ഈ 79% പാസ്സായി എന്ന് പറഞ്ഞാൽ 21% ഫെയിലായി. 21% എന്ന് പറയുന്നതാണ് ഏകദേശം 79,000 സംതിങ് 80 ഞാൻ പറഞ്ഞത് കേട്ടോ. എന്തായാലും ഈ വർഷം ഇതിനും താഴാനാണ് സാധ്യത. മീൻസ് 75%, 76%, 77 ആ രീതികൾ വരും. അങ്ങനെ വരുമ്പോൾ ഇതിലും വലിയൊരു ഫിഗർ ആയിരിക്കും തോൽവിയുടെ വക്കിലെത്തുന്നത്. കഴിഞ്ഞ വർഷം ഇത്രയെങ്കിലും എത്തിയതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് ആ വർഷം തന്നെ അത് കവർ ചെയ്തപ്പോൾ നമ്മുടെ മാർക്ക് ഡബിൾ പാസിലോട്ടൊക്കെ എത്തി ഒത്തിരി പേര് സേഫ് ആയിരുന്നു. ഈ വർഷം നമുക്ക് അങ്ങനെ ഒരു സേഫ് ആകാനുള്ളൊരു അവസരം നിങ്ങളുടെ മുന്നിലില്ല. നിങ്ങൾക്ക് ആകെയുള്ളത് പ്ലസ് ടു പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. കുട്ടികൾക്ക് ആരുമേ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇനി നിങ്ങൾ നോക്കിക്കുക, മാർക്ക് കുറവായ ഒത്തിരി പേര് ഫെയിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് മാത്സ് വളരെ കട്ടിയായിരുന്നു, നല്ല ടഫായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച എന്താണ്, നല്ല രീതിയിൽ കൂടെയൊക്കെ മാർക്ക് കിട്ടും, ലിബറലായിരിക്കും. പക്ഷേ അതൊന്നും നടന്നില്ല, നമുക്ക് എഴുതിയതിന് മാത്രം കൊടുത്തുപോയി. അങ്ങനെ വന്നപ്പോഴാണ് ഈ മാർക്ക് ഇത്രയും കുറഞ്ഞു പോയത്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനെ ഏറ്റവും സേഫ് ആക്കാനുള്ള മാർഗം പ്ലസ് ടു നല്ലപോലെ പഠിക്കുക, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എപ്പോഴാണെന്ന് അറിഞ്ഞ് അതിനും പഠിക്കുക. ഓക്കെ, ഈ രണ്ട് വർക്ക് നടത്തിയെങ്കിലേ പറ്റൂ. നമ്മൾ കളിയും ചിരിയൊക്കെ ഇത്തിരി ഒന്ന് കുറയ്ക്കുക. കളിയും ചിരി എന്ന് പറയുമ്പോൾ കുട്ടികളിപ്പോൾ അതൊന്നും ഫുള്ളായിട്ട് മാറ്റി വെക്കാൻ പറ്റില്ലെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് റെഡ്യൂസ് ചെയ്യണം ടൈം. അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് പഠിത്തത്തിന് ഇത്തിരി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം കൊടുക്കണം. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ അടുത്ത വർഷം സന്തോഷിക്കാൻ പറ്റുള്ളൂ. അടുത്ത വർഷം നിങ്ങളൊരു പല കോഴ്സിന് പോകണമെങ്കിൽ ഒത്തിരി എൻട്രൻസുകൾ നിങ്ങളെ കാത്തിരിക്കുക. നിങ്ങളറിയുന്നില്ല, നിങ്ങളിങ്ങനെ പോവുക. അടുത്ത വർഷം കഴിയുമ്പോൾ ഓരോ കോഴ്സിന് പോകുമ്പോൾ അതിന് എൻട്രൻസ്, അവിടെ പോകുമ്പോൾ അവിടെ എൻട്രൻസ്, അപ്പോൾ പിന്നെ എൻട്രൻസ് പഠിക്കണം. അപ്പോൾ അത് മറ്റൊരു മത്സരം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ തയ്യാറാവണമെങ്കിൽ ഈ വർഷം ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ നോക്കിയാൽ മതി, അടിപൊളിയായിട്ടുള്ള ക്ലാസ്. ഒരു ക്ലാസ് പോലും വേസ്റ്റ് ആയിട്ടില്ല, ഒരു കാര്യം പോലും ചുമ്മാതെ കളഞ്ഞ് സമയം പോകുന്ന രീതിക്കുള്ള അടിപൊളിയായിട്ടുള്ള ക്ലാസ്. ഏതൊരു കുട്ടിക്കും, ബുദ്ധിമുട്ടുള്ളവരാക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ മനസ്സിലാക്കുകയും സിമ്പിൾ മെത്തേഡ്സുകളും എക്സാമിന് വേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞെന്നുള്ള ക്ലാസ്സുകൾ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടിനോട് ജോയിൻ ചെയ്യാം. പ്ലസ് ടു റെഗുലറിനും നെക്സ്റ്റ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിനോട് ആകുമ്പോൾ അടിപൊളിയായിട്ട് ടോട്ടൽ ഇത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമേ നിങ്ങൾക്കില്ല. ഇനി പ്ലസ് ടു മാത്രമായിട്ട് മതിയെങ്കിൽ ഇത്രമേ ഉള്ളൂ. ഇത് ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമായിട്ടാണെങ്കിൽ ഇത്രമേ ഉള്ളൂ. രണ്ടിനൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് 3250. ഇനി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടും കിട്ടും, പ്ലസ് ടു റെഗുലർ ആൻഡ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾ മാത്സിനെ കുറിച്ച് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ട് പോയിക്കോ.
കോൺഫിഡൻസ് ആയിട്ട് എക്സാമിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളും എക്സാമിന് എത്തുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ പഠിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ തന്നിട്ടുള്ള കാര്യങ്ങളുമാണ്. പിന്നെ ഒന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതാണല്ലോ ഏറ്റവും വേണ്ടത്. എഴുതാൻ പറ്റും, എനിക്ക് നല്ലപോലെ എഴുതാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എക്സാമിന് എത്തുമ്പോൾ എല്ലാം നമുക്കറിയാവുന്നത് വന്നു, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൂടെ ഒന്ന് പറയാൻ വേണ്ടി മാത്രം വന്നാണ്. ബട്ട് ഈ വർഷം നിങ്ങൾ +2 നല്ലപോലെ പഠിച്ചോ, വേറെ മാർഗ്ഗമൊന്നും നിങ്ങളുടെ മുന്നിൽ ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ പറഞ്ഞാണ്. ആരെങ്കിലും ഇതിനെക്കുറിച്ച് സില്ലിയായിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഇതിൻ്റെ ആ റിസൾട്ട് കൂടെ നമുക്ക് അതിനെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റും. ഒരാൾ പോലും സീരിയസ് ആവാതെ പോകരുത്, വളരെ ശ്രദ്ധിക്കണം. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ചെറുതല്ല ഈ വർഷത്തേത്, പല വർഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബേസ്മെൻ്റാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളും പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടാനുള്ള രീതിയിൽ കൂടെ പഠിക്കാനുള്ള ഒരു ആഗ്രഹം വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.